മുളങ്കന്തുത്തുകാവിൽ തടിലോറിയും കാറും കൂട്ടിയിടിച്ച് അപകടമുണ്ടായി. കാറിന്റെ മുൻഭാഗം ഏകദേശം പൂർണ്ണമായും തകർന്നു. അപകടത്തെ തുടർന്ന് തൃശൂർ ഷൊർണൂർ സംസ്ഥാന പാതയിൽ വൻ ഗതാഗതക്കുരുക്കാണ് ഉള്ളത്. റോഡിൽ 2 കിലോമീറ്റർ ദൂരത്തിൽ വാഹനങ്ങളുടെ നീണ്ട നിരയുണ്ട്. ലിഷോയ്, അപകട വാർത്തയാണ്, പക്ഷേ ആളുകൾക്ക് ഗൗരവമുള്ള കുഴപ്പമില്ല എന്ന് തോന്നുന്നു. ഇന്നലെ സമാനമായൊരു വാർത്ത വന്നിരുന്നല്ലോ. ഇന്നലെ ഈ എറണാകുളം ജില്ലയിൽ തന്നെ കിലോമീറ്ററുകൾ ദൂരം രാത്രിയിൽ ഒരു വാഹനം അതിനെന്തോ യന്ത്രത്തകരാർ സംഭവിച്ചതിനെ തുടർന്ന് ദേശീയപാതയിൽ ഗതാഗതക്കുരുക്കുണ്ടായിരുന്നു. സമാനമായൊരു സ്ഥിതിയാണോ ഇവിടെയും? തീർച്ചയായും രാവിലെ ഈ എല്ലാവരും തന്നെ തൃശ്ശൂർ ഭാഗത്തേക്ക് ജോലിക്കും അതുപോലെ തന്നെ മറ്റാവശ്യങ്ങൾക്കുമൊക്കെയായി എത്തുന്ന സമയമാണ്. പക്ഷേ ഇതിപ്പോൾ ഇന്ന് പുലർച്ചെയാണ്. ഇന്ന് പുലർച്ചെ ഏകദേശം 1:30 തടിലോറിയും കാറും കൂട്ടിയിടിച്ചത്. തൃശ്ശൂർ ഭാഗത്തേക്ക് നിലമ്പൂരിൽ നിന്ന് തടി കയറ്റി വന്ന ലോറിയാണ് കാറുമായി കൂട്ടിയിടിച്ചത്. അതാണ് ഈ സംസ്ഥാന പാതയിൽ ഗതാഗതക്കുരുക്കിന് കാരണം. ഇന്നലെ രാത്രി നിലമ്പൂരിൽ നിന്ന് പോന്നതാണ് ഈ വാഹനം. അതിൽ വലിയ ലോഡ് ഉണ്ടായിരുന്നതിനാൽ തന്നെ പെട്ടെന്നൊന്നും തന്നെ ആ തടി മാറ്റി മറ്റൊരു വാഹനത്തിലേക്ക് മാറ്റാനോ അവിടെ നിന്ന് വാഹനം മാറ്റാനോ കഴിയാത്ത സ്ഥിതിയാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും വലിയൊരു ഗതാഗതക്കുരുക്ക് അനുഭവപ്പെടുന്നത്. മുളങ്കുന്നത്തുകാവിലാണ് അപകടം ഉണ്ടായതെങ്കിൽ പോലും 2 കിലോമീറ്റർ 3 കിലോമീറ്റർ അപ്പുറം അത്താണി വരേക്കും തൃശ്ശൂർ ഭാഗത്തേക്ക് വരുന്ന, അതായത് ഷൊർണൂർ ഭാഗത്ത് നിന്ന് വരുന്നവർക്ക് ഏകദേശം അത്താണി മുതൽ തന്നെ ട്രാഫിക് ബ്ലോക്കിൽ കിടക്കേണ്ട അവസ്ഥയാണ്. തൃശ്ശൂർ ഭാഗത്ത് നിന്നും ഷൊർണൂർ ഭാഗത്തേക്ക് പോകുന്നവർക്ക് തിരൂർ മുതൽ തന്നെ ഈ ഗതാഗതക്കുരുക്കിൽ കിടക്കേണ്ട ഒരു സ്ഥിതിയാണ് നിലവിലുള്ളത്. അവിടെ പോലീസൊക്കെ ഇടപെട്ട് ഗതാഗതം നിയന്ത്രിക്കുന്നുണ്ടെങ്കിൽ പോലും സാധാരണഗതിയിൽ തടസ്സമില്ലാതെ പോകുന്ന ഒരു വഴിയിൽ ഇത്രയും വലിയൊരു തടിലോറിയും കാറും കിടക്കുന്ന ഒരു സമയത്ത് എത്രത്തോളം ഗതാഗതക്കുരുക്കുണ്ടാകും എന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ വലിയ ഒരു ഗതാഗതക്കുരുക്ക് തന്നെയാണ്. ഈ ഒരു രാവിലെ 9 മണി ആ ഒരു സമയത്താണ് ഏറ്റവും അധികം പ്രശ്നം അനുഭവപ്പെട്ടത്. കാരണം കൂടുതൽ ആളുകളും ഓഫീസിലേക്കൊക്കെ മറ്റോ വരുന്ന ഒരു സമയമായിരുന്നു. അതെന്തായാലും ഇതുവരേക്കും ലോറി അവിടെ നിന്ന് മാറ്റാൻ കഴിഞ്ഞിട്ടില്ല. ലോറി മാറ്റാൻ കഴിഞ്ഞിട്ടില്ല. മുളങ്കുന്നത്തുകാവിൽ തടിലോറിയും കാറും കൂട്ടിയിടിച്ചുണ്ടായ അപകടം. അവിടെ നിന്നാണ് ലോറി മാറ്റാൻ കഴിയാത്തത് കൊണ്ട് വലിയ തോതിൽ 2 കിലോമീറ്ററിലധികം ദൂരം ഗതാഗതക്കുരുക്ക് അനുഭവപ്പെടുകയാണ്. ഇന്നലെ രാത്രി 10 മണിയോടുകൂടി വന്ന വാർത്തയാണ് ഞാൻ നേരത്തെ പരാമർശിച്ചത്. അത് അരൂർ ഭാഗത്തായിരുന്നു. ദേശീയപാതയിൽ ഇത്തരത്തിൽ ഗതാഗതക്കുരുക്ക് ഉണ്ടാകുന്ന ഒരു സ്ഥലവും കൂടിയാണ്. അവിടെ രാത്രിയിൽ ഏറെ നേരം യാത്രക്കാർ ബുദ്ധിമുട്ടി എന്തായിരുന്നു ഇന്നലെ രാത്രി വന്നവരും. അതിന് തുടർച്ചയാണ് ഇപ്പോൾ തൃശ്ശൂരിൽ നിന്ന് സമാനമായ ഒരു വാർത്ത കൂടി വരുന്നത്.